ഹായ് ഗൈസ്, ഇപ്പം ഞാനുള്ളത് ദോഹ മിനാപോർട്ടിലാണ്. ഈ മിനാപോർട്ടിൻ്റെ നമ്മുടെ ഷിപ്പൊക്കെ വന്ന് നിൽക്കുമ്പോൾ ആളുകൾ പുറത്തേക്ക് വരുന്ന ആ ഒരു ഇമിഗ്രേഷൻ ടെർമിനലും ഭാഗമൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു വളരെ വലിയൊരു അക്വേറിയം ഉണ്ട്. ആ അക്വേറിയം കാണാനും കൂടിയാണ് ഞങ്ങൾ പോയത്. വണ്ടി അവിടെ പാർക്ക് ചെയ്തു, അതിനടുത്ത് തന്നെ പാർക്കിംഗ് കിട്ടി. അതിനുശേഷം ഞങ്ങളിപ്പോൾ പോകുന്നത് മിനാപോർട്ടിൻ്റെ മറ്റൊരു ഭാഗത്തേക്കാണ് കേട്ടോ. ഞങ്ങളിന്ന് 3 പേരുണ്ട്. ഈ 3 പേരും കൂടി വെറുതെ ലക്ഷ്യബോധമില്ലാത്ത യാത്രയാണ് ദോഹയിലൂടെ. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഫിഷിംഗ് ബോട്ടുകളൊക്കെ എടുക്കുന്ന ആ ഒരു ബോട്ട് പിയറിൻ്റെ അടുത്താണ്. ഇത് ഈ ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദോഹ മ്യൂസിയം ഉണ്ടല്ലോ, മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട് അല്ല, നമ്മുടെ ഖത്തർ നാഷണൽ മ്യൂസിയത്തിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയതിന് ശേഷം വേണം ഈ ഒരു ഭാഗത്തേക്ക് എത്താൻ. ഈ ബോട്ട് പിയറിലൂടെ നമുക്ക് കുറേ ദൂരം കടലിനുള്ളിലേക്ക് നടക്കാം. 2 സൈഡിലും മത്സ്യബന്ധന ബോട്ടുകളൊക്കെ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കറിയാം നന്നായിട്ട് ഫിഷിംഗ് ബോട്ടുകൾ എടുത്തിട്ട് ഇവിടെയാണ് ഫിഷെല്ലാം അവർ സോർട്ട് ഔട്ട് ചെയ്ത് ഇറക്കുന്നത്. ഈ ഒരു ബോട്ട് പിയറിനോട് ചേർന്ന് തന്നെ ഫിഷിൻ്റെ ഒരു മാർക്കറ്റ് കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ അധികം ഫ്രഷ് ആയിട്ടുള്ള മീനുകളൊക്കെ നമുക്ക് വാങ്ങാം. ബോട്ട് പിയറിലൂടെ നടക്കുമ്പോൾ നല്ലൊരു വൈബാണ് ഈ ഒരു ഭാഗത്ത്. അങ്ങ് അകലെ നമുക്ക് ഖത്തർ നാഷണൽ മ്യൂസിയം കാണാം. അങ്ങനെ ഈ ഒരു ഭാഗത്തുകൂടെയൊക്കെ ഞങ്ങൾ വെറുതെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ നടന്നു, കാഴ്ചകളൊക്കെ കണ്ടു. നല്ല കാഴ്ചകളാണ്. ദോഹ കോർണിഷിൻ്റെ വ്യൂ നമുക്ക് മറ്റൊരു ആംഗിളിൽ നിന്ന് ഇവിടെ നിന്ന് വീക്ഷിക്കാം. ആ കാണുന്നത് ഖത്തർ നാഷണൽ മ്യൂസിയമാണ്. അതുപോലെ ദോഹ കോർണിഷിലെ വളരെ വലിയ കെട്ടിടങ്ങളും അങ്ങകലെ ഖത്തർ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ടും ഒക്കെ കാണാം. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ബോട്ട് പിയറിൻ്റെ എൻഡിലുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുകയാണ്. നേരത്തെ ഇവിടെ ഒരുപാട് ആളുകൾ ചൂണ്ടയിടാനും ഒക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഫിഷിംഗ് നടത്തുന്ന ആളുകളെ കുറവാണ് കാണാനുള്ളത്. ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടെ നിന്നു വീണ്ടും തിരിച്ച് നടക്കുകയാണ്. ബോട്ട് പിയറിൽ ഉള്ള പ്രത്യേകത, ഈ കാണുന്ന മത്സ്യബന്ധന ബോട്ടുകളിലൊക്കെ മിക്കവാറും മലയാളികൾ തന്നെയാണ് പണിയെടുക്കുന്നത്. പിന്നെ കുറേ ശ്രീലങ്കൻ ആളുകളുമുണ്ട്. എന്തായാലും ഇന്ന് നല്ല ചൂടുള്ളൊരു ദിവസമാണ്. തലയ്ക്ക് മീതെ സൂര്യൻ കത്തി നിൽക്കുന്നുണ്ട്. അതെല്ലാം വകവെക്കാതെ തന്നെ ഞങ്ങൾ ദോഹ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന്. എങ്ങനെയുണ്ട് ഈ വീഡിയോസ്? നിങ്ങൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വരിക. ഇവിടെ ഈ കാണുന്ന ബോട്ടിനടിയിലുള്ള അടിയിലൊക്കെ ഈ വെള്ളത്തിൽ ചെറിയ ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങളെ നമുക്ക് കാണാം. അത് നമുക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറേ നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നു, കാഴ്ചകളൊക്കെ കണ്ടു. വീണ്ടും ഞാൻ പോവുകയാണ്. ഞാൻ ഇടയ്ക്ക് വ്ളോഗ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള വ്ളോഗാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ കൂടെ തന്നെയാണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, മത്സ്യക്കുഞ്ഞുങ്ങൾ എന്തുമാത്രമാണെന്നറിയോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ മീനുകളെ ഇത്ര അടുത്ത് കണ്ടിട്ടില്ല. അത് നാച്ചുറലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ. ഫിഷ് ടാങ്കുകളിലൊക്കെ കിടക്കുന്ന കണ്ടിട്ടുണ്ട്, അക്വേറിയത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള നാച്ചുറലായിട്ട്